മോള് ഫ്രഷായോ? ദാ ഇത് കുടിക്ക. അവിടെ വെച്ചേക്ക, പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, ഇവിടെ ഇരുന്നാൽ നീ അത് മറന്നു പോവേ ഉള്ളൂ. ദാ കുടിക്ക. ഇപ്പൊ ക്ഷീണവും തോന്നുന്നില്ലല്ലോ? വയറുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലേ? ഇന്നൊരു ദിവസം കൂടി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. നാളെ മുതൽ നമുക്ക് പഴയതുപോലെ ആവാം. അച്ഛൻ അമ്പിമാമനെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കുക. ക്ലാസ് കഴിഞ്ഞേ വരൂ. ബിസ്ക്കറ്റ് വേണ്ടേ? എന്നാ മോള് കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ വിളിച്ചാൽ മതി. രാത്രിയിലത്തേക്ക് എന്താ വേണ്ടത്? ഓട്സ് മതിയോ? അമ്മ, അമ്മ എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ചോദിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ചോദിച്ചില്ല. എന്താ അപ്പു? അമ്മ മറയ്ക്കാൻ ശ്രമിക്കണ്ട. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് മാളു എന്നോട് സമ്മതിച്ചു കഴിഞ്ഞു. അതേപ്പറ്റി എന്തെങ്കിലും അമ്മയായിട്ട് എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനായിട്ട് തുടങ്ങി വെച്ചത്. എന്താ അമ്മ, എന്റെ പ്രശ്നം എന്താന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? നോക്കപ്പൂ, ഞാൻ ഇതിനെപ്പറ്റി മനഃപൂർവ്വം ചോദിക്കാതിരുന്നത് തന്നെയാ. ഇപ്പൊ നീ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു മൂഡിലാണെന്ന് അമ്മയ്ക്കറിയാം. ആദ്യം നിന്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം. എന്റെ ഹെൽത്ത് ഓക്കെയാണ്. ഇപ്പോഴും ഒട്ടും ഓക്കെ ആവാതെ നിൽക്കുന്നത് എന്റെ മനസ്സാണ്. അത് ഓക്കെ ആവണമെങ്കിൽ എന്റെ മനസ്സ് പറയുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ കഴിയണം. ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് എന്റെ ജീവിതം ആയിരുന്നില്ല അമ്മ. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പെണ്ണിന്റെ ശരീരവുമായി ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഞാനൊരാണായിരുന്നു. A man in all sense. അപ്പോ ആ മനസ്സ് എന്റെ ശരീരത്തോടും അങ്ങനെ ആവശ്യപ്പെടുന്നു, നീ ഒരു പുരുഷനായി ജീവിക്കാൻ. ഇത്രയും നാള് ഞാനത് അവഗണിച്ചു, എല്ലാവർക്കും വേണ്ടി. ഇനി എനിക്ക് വയ്യമ്മ. അപ്പോ മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അമ്മ, കേൾക്കുന്ന എല്ലാവരും ആദ്യം പറയുന്ന മറുപടി ഇത് തന്നെയായിരിക്കും എനിക്കറിയാം. ആളും എന്നോട് ഇത് തന്നെയാ പറഞ്ഞ. പക്ഷെ അതൊന്നും എന്റെ വെറും തോന്നലുകളല്ലെന്ന് ഡോക്ടറുടെ പ്രസൻസിൽ അവളെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവളതിൽ കൺവിൻസ്ഡുമാണ്. എന്റെ ഈ പ്രശ്നം എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി എന്റെ മനസ്സ് പറയുന്നിടത്തേക്ക് എന്റെ ശരീരത്തെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് എന്റെ മുന്നിലുള്ള വഴി. അപ്പൊ നിർത്ത്. അങ്ങനെയൊന്നും പറ്റില്ല നിനക്ക്. ഒക്കെ വേണ്ടാത്ത ചിന്തകളാ. അമ്മ, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനം ഇതാ. എനിക്കിനി ആണായി ജീവിച്ചേ പറ്റൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേക്കണ്ട. നമുക്കിനി ഈ കാര്യം സംസാരിക്കാൻ വേണ്ട. ഞാൻ അമ്മയോട് എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അച്ഛനോട് ഇതൊക്കെ എപ്പോ പറയണം, എങ്ങനെ പറയണം, അതൊക്കെ അമ്മയുടെ ഇഷ്ടം. അപ്പോ നിനക്ക് എന്താ പറ്റിയത്? ഒക്കെ നിന്റെ തോന്നലാ. അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല നിനക്ക്. പറ്റും. ഒരു ട്രാൻസ്മാനായി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് നിങ്ങളുടെ സമ്മതത്തോടെ ആയാൽ സന്തോഷം. ഇനി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ കൂടി എന്റെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാറ്റം ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ്.
അമ്പിമാമനെ കൊണ്ടുവിട്ടോ? ഉം. വി പിക്ക് ബ്ലാക്ക് ടീ എടുക്കട്ടെ? വേണ്ട, തനിക്ക് വന്നേ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ വി പി? എനിക്ക് എനിക്ക് സംസാരിക്കാനുള്ളത് എന്തായിരിക്കും എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം ഇല്ലേ?